ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലും റീൽസിലൊക്കെ കാണുന്ന ഇതേപോലത്തെ എഴുത്ത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഇൻഫിനിറ്റി പെയിൻറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് വരുന്ന ഈ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും വരിക. ഇതിൽ നമ്മൾ ബ്ലാക്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വരുന്ന ക്യാൻവയുടെ കളർ നമ്മൾ സെലക്ട് ചെയ്യണം. അത് കളറിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് കളറാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബ്ലാക്കാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ താഴെ കാണുന്ന ബ്ലാക്കിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവ ക്രിയേറ്റ് ആവും. എന്നിട്ട് സൈഡിൽ കാണുന്ന ക്രിയേറ്റിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ക്യാൻവ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള പെൻസിലുണ്ട്, അവിടെ ഇറേസർ ഉണ്ട്, അതുപോലെ ബോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പെന്നിൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ പെൻസിൽ, പേന, കാലിയോഗ്രഫി, മാർക്കർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പെൻസിൽ സെലക്ട് ചെയ്തു. നമ്മൾ സെലക്ട് ചെയ്ത പേനയുടെ സ്ട്രെങ്ത്ത്, ഒപ്പാസിറ്റി, അതുപോലെ സോഫ്റ്റ്നെസ് ഇതൊക്കെ നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പെന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു പെൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചായാന്നൊന്ന് എഴുതാണ്. എഴുതിയിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. എക്സ്പോർട്ടിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ. എക്സ്പോർട്ട് കൊടുത്തിട്ട് PNG ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് +& ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ സേവ് ചെയ്യാൻ പറ്റും. JPG ആക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഇതിൽ ഡൗൺലോഡ് ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഓപ്ഷനിൽ PNG നമുക്ക് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ഇമേജ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ആവും. എന്നിട്ട് ഡൗൺലോഡ് ആക്കിയതിന് ശേഷം ഇതുമൊന്ന് ജസ്റ്റ് +& ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കോപ്പി ആയിട്ടുണ്ടെന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാം.